കൊല്ലത്ത് നിന്ന് ന്യൂസിലൻഡിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ യുവതിയെ പോലീസ് പിടികൂടി. കൊല്ലം സ്വദേശിയായ ചിഞ്ചു അനീഷിനെയാണ് പിടികൂടിയത്. സമൂഹമാധ്യമങ്ങൾ വഴി പരസ്യം നൽകിയാണ് യുവാക്കളിൽ നിന്ന് പണം തട്ടുന്നത്. പുനലൂർ സ്വദേശിയുടെ പരാതിയിൽ എറണാകുളം കലൂരിൽ നിന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം പെരുമ്പാവൂരിലെ ഫ്ലൈ വില്ല ട്രീ, ടാലന്റ് വിസ കൺസൾട്ടൻസി എന്നീ സ്ഥാപനങ്ങളുടെ മറവിലാണ് ചിഞ്ചു അനീഷും സംഘവും പണം തട്ടിയത്. ന്യൂസിലാൻഡിലെ സീപോർട്ടിലേക്ക് തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് കാട്ടി പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ് നടത്തിയത്. വ്യാജ ഓഫർ ലെറ്റർ ഉണ്ടാക്കിയാണ് പലരെയും കബളിപ്പിച്ചത്. ചിഞ്ചു നൽകിയ വിസയിൽ വിദേശത്തെത്തിയ യുവാവിന് ജോലി ലഭിച്ചിരുന്നില്ല. ഇയാൾ ഇരുട്ടുമുറിയിൽ കഴിയുന്ന ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ TV വാർത്ത നൽകിയിരുന്നു. പെരുമ്പാവൂരിലെ ഫ്ലൈ വില്ല ട്രീ ഉടമകളിൽ ഒരാളായ ബിനിൽ കുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിലായിരുന്ന ചിഞ്ചു അനീഷിനെ ഇപ്പോഴാണ് പിടികൂടിയത്. തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതൽ പേർക്കും ചിഞ്ചു ക്രൂസ് ഷിപ്പ് ക്രൂ ജോയിനിംഗ് വിസിറ്റ് വിസയാണ് നൽകിയത്. കൊല്ലം സ്വദേശിയായ നിഷാദിന്റെ പരാതിയിലാണ് നടപടി. നിഷാദിൽ നിന്ന് മാത്രം 11 ലക്ഷം തട്ടിയെടുത്തു. മാസങ്ങളുടെ അന്വേഷണത്തിനൊടുവിലാണ് ചിഞ്ചു പിടിയിലാവുന്നത്. ഒരു ന്യൂസിലൻഡിലേക്ക് സീപോർട്ടിലേക്കുള്ള വിസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ 4-ാം പ്രതിയാണ്. അതിനകത്ത് ഗൂഗിൾ മീറ്റിലൊക്കെ കാൻഡിഡേറ്റ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അവരെ ഈ ജോബ് വേക്കൻസിയെ പറ്റി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഈ പൈസ ഈ 1-ാം 1-2 പ്രതികൾക്കൊക്കെ കൈമാറാൻ ഉള്ള ഇടനില എന്ന് പ്രവർത്തിച്ചത് ഇവരാണെന്നാണ്. 12,000 രൂപ മാത്രം ഫീസുള്ള ഈ വിസയ്ക്ക് 10ഉം 12ഉം ലക്ഷമാണ് വന്ന ഓരോരുത്തരും നൽകിയിരുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോടികൾ തട്ടിയെന്നാണ് പരാതിയുള്ളത്. റിപ്പോർട്ടർ, കൊല്ലം.